അസ്സലാമു അലൈക്കും. ആരാടി നെച്ചു വിളിച്ചത്? നിന്റെ ഷിബിക്കയാണോ? ലമ്മിയുടെ ചോദ്യം കേട്ട് നഷ്വ എന്ന് തല ഉയർത്തി. എൻ്റെ ഷിബിക്കയോ? എൻ്റെ ഷിബിക്കയോ എന്നല്ല, ഒന്ന് പോടി. ഹോസ്റ്റലിൽ ഫോൺ അനുവദിക്കാത്തത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വാർഡൻ്റെ ഫോണിലേക്ക് ഷിബിക്കയോ ആയിഷമ്മയോ വിളിക്കും. അവരോടെല്ലാം സ്നേഹത്തോടെ സംസാരിക്കും. എങ്കിലും നിറം മങ്ങിപ്പോയൊരു പ്രണയത്തിൻ്റെ ഓർമ്മ മാറാലം മൂടി ഇപ്പോഴും നഷ്വയുടെ ഹൃദയത്തിലൊരു കോണിൽ ബാക്കി കിടപ്പുണ്ട്. ദൂരേക്ക് ഒളിച്ചോടിയിട്ടും തന്നെ ഇങ്ങനെ കാർന്നു തിന്നുന്നു ഷിബിലിയുടെ ഓർമ്മകൾ. ഒരിക്കലും തൻ്റേതാവില്ലെന്ന് അറിഞ്ഞിട്ടും ആ ഒരുവനെ മാത്രം ഓർക്കുന്ന മനസ്സിനെ എത്ര കഷ്ടം ശാസിച്ചു നഷ്വ. കാണാതായാൽ എല്ലാം മറക്കുമെന്ന് കരുതിയത് വെറുതെയാണ്. അത്രമേൽ പ്രണയിച്ചത് കൊണ്ടാവും ഇപ്പോഴും അറിവ് പോലും അവൻ്റെ ഓർമ്മയെ മായ്ച്ചു കളയാൻ മടിക്കുന്നത്. ഓ സോറി എടി, നിൻ്റെ ഷിബിക്ക അല്ലല്ലോ അല്ലേ, റസിയുടെ ഷിബിക്ക. ലമ്യ പെട്ടെന്ന് തന്നെ തിരുത്തി. അതിന് മറുപടിയായി ജീവനില്ലാത്തൊരു ചിരി സമ്മാനിച്ചു നഷ്വ. നഷ്വയ്ക്ക് ആകെയുള്ളൊരു കൂട്ടാണ് ലമ്യ. ലമ്യയോട് അവളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആരോടും അടുക്കാതെ ഉൾവലിഞ്ഞു നിൽക്കുന്ന നഷ്വയോട് അങ്ങോട്ട് ചെന്ന് ചങ്ങാത്തം കൂടി അവളുടെ കഥകളെല്ലാം ചോദിച്ചറിഞ്ഞതാണ് ലമ്യ. അനാഥയാണ് അവളെന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഇഷ്ടത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ഒറ്റയ്ക്കിരിക്കാൻ പോലും സമ്മതിക്കാതെ പ്രിയ കൂട്ടുകാരിയുടെ കൂടെ തന്നെയുണ്ടാവും എപ്പോഴും അവൾ. എന്താടി, ആൾ കാര്യമായിട്ട് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തു പറ്റി? പോയ ഇഷാറില്ലല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തിന്. ലമ്യ നഷ്വയുടെ കുനിഞ്ഞു പോയ മുഖം ഉയർത്തിപ്പിടിച്ച് ചോദിച്ചു. പറഞ്ഞു, വെക്കേഷൻ അടുത്തില്ലേ, ആളെന്നെ കൊണ്ടുവരാൻ വരുമെന്ന് നഷ്വ പറഞ്ഞു. ഓ അതാണോ മോളെ, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, എന്തിനാണ് ഇത്ര സങ്കടം? ലമ്യ മുഖം ചുളിച്ചുകൊണ്ട് തിരക്കി. നിനക്ക് അറിയാത്തോണ്ട ലമ്യ, എനിക്ക് പറ്റുന്നില്ലടി. എത്ര വേണ്ടെന്ന് വെച്ചാലും ഷിബിക്ക് ഞാൻ കണ്ടാൽ വേണ്ടാത്ത ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികടി. വയ്യ എനിക്ക് ഇനി അങ്ങോട്ട് പോവാൻ. സങ്കടം വിങ്ങി നഷ്വയുടെ ചുണ്ടുകൾ വിറച്ചു. ലമ്യ അവളുടെ കയ്യിൽ പിടിച്ചു. നിനക്കറിയോ ലമ്യ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ചെക്കന്മാരെൻ്റെ പുറകെ വന്നിട്ടുണ്ട്. അന്നൊന്നും എനിക്കൊരിഷ്ടവും ആരോടും തോന്നിയിട്ടില്ല ഇതുവരെ. അടുപ്പിച്ചിട്ടല്ല ഞാൻ ആരെയും. എൻ്റെ ഉമ്മയും ബാപ്പയും എനിക്കായി കണ്ടെത്തുന്ന ആളാവണം എൻ്റെ മാരനെന്ന് ഞാൻ അന്നേ കൽബിൽ ഉറപ്പിച്ചിരുന്നു. അവർ പോകും മുമ്പ് എനിക്കായി കണ്ടെത്തിയതാണ് ഷിബിക്കയെ. എൻ്റെ ഉമ്മച്ചിയുടെ ആഗ്രഹമായിരുന്നു. വിങ്ങി വിരുമ്പിക്കൊണ്ടവൾ ലമ്യയുടെ തോലിലേക്ക് തല ചായ്ച്ചു വെച്ചു. ഈ കഥകളൊക്കെ ഒരുപാട് തവണ കേട്ടതാണ് ലമ്യ. നഷ്വ ഷിബിക്കയെക്കുറിച്ച് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങി. ഒരു വിതുമ്പലിലെ ആ സംസാരം അവസാനിക്കാറുള്ളൂ. പലവട്ടം ആശ്വസിപ്പിച്ചതാണ്. ഇനി എന്ത് പറഞ്ഞാലാണ് ഈ പെണ്ണിൻ്റെ സങ്കടമൊന്ന് തീരാ? എൻ്റെ റബ്ബേ. നഷ്വയുടെ ഹൃദയത്തിൽ പിടയുന്ന കണ്ണുനീർ തുള്ളികളായി രമ്യയുടെ തോളിലേക്ക് വീണു. നെച്ചുമ്മ, നിനക്ക് വട്ടാണ് പെണ്ണ്, നീ എന്താ ഇങ്ങനെ? ഹയ്യേ, ഇങ്ങനെയുണ്ടോ ഒരാള്? ആൾക്ക് നീ ഒരു പെങ്ങളാണെന്ന് തുറന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നീ ഇങ്ങനെ വേദനിച്ച് അത് മാത്രം ആലോചിച്ചിരിക്കുന്നത്? നീ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, വിട്ടേക്കടേ. അവന് അങ്ങനെയൊന്നുമില്ല. ഓൻ നിന്നെ ഒരു പെങ്ങളുട്ടായി മാത്രമേ കണ്ടിട്ടുള്ളൂ. പറഞ്ഞില്ലേ, ഈ പ്രണയം സ്നേഹമെന്നേ പിടിച്ചു വാങ്ങേണ്ടതല്ല മോളെ, അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വയം ഉണ്ടാവേണ്ടതാണ്. അറിഞ്ഞു തരുന്ന സ്നേഹത്തിൽ തൃപ്തിപ്പെടൂ, അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട. ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല നഷ്വ. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നീ ഷിബിക്കയെ സ്നേഹിക്കുന്നതിൻ്റെ 1000 ഇരട്ടി അയാൾ റസിയെ സ്നേഹിക്കുന്നുണ്ട്. ഷിബിക്കയുടെ പേരും പറഞ്ഞില്ലേ റസിയുടെ ഭർത്താവ് അവളെ ഇറക്കി വിട്ടത്? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അയാൾ കാരണം വേദനിക്കേണ്ടി വന്ന പെണ്ണിന് അയാളൊരു ജീവിതം കൊടുക്കുന്നു. ശരിക്കും അവർ തന്നെയല്ലേ ഒന്നിക്കേണ്ടത്? നീ എന്താ ഇപ്പോഴും ഇങ്ങനെ അത് ഓർത്തുകൊണ്ട്? നീ അതങ്ങ് മറന്നേക്കും മോളെ. ലമ്യ അവളെ ചേർത്ത് പിടിച്ച് തലയിലോട് തലോടെ. എൻ്റെ നഷ്വ, നീ ഇങ്ങനെ കരയാതെ. നിനക്ക് വേണ്ടി എവിടെയോ മറ്റൊരു രാജകുമാരൻ കാത്തിരിപ്പുണ്ടാവും. അയാളുടെ ഭാര്യ എന്നതിനാൽ പഠിച്ചൊരു ഭാര്യയെ തേടി അയാൾ നിന്നിലേക്ക് തന്നെ വന്നണയും പെണ്ണെ. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ലമ്യ അവളെ ആശ്വസിപ്പിച്ചു. നഷ്വ കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കി. എനിക്കറിയാടി, റസിയത്തിയുടെ കഥയൊക്കെ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാ. ഷിബിക്ക കൂടെ ഉപേക്ഷിച്ചാൽ പിന്നെ റസിയത്തക്ക് ആരുമില്ലാണ്ടാവും. അവർ തന്നെയാണ് ചേരേണ്ടത്. നഷ്വ മുഖം അമർത്തി തുളച്ചു. ബെസ്റ്റ്, നല്ല ആളാ, രണ്ടും നീ തന്നെ പറയും. എന്നിട്ടോ വെറുതെ കിടന്ന് മോങ്ങുകയും ചെയ്യും. നിന്നെ ഞാനുണ്ടല്ലോ. ലമ്യ ഇളയിൽ കൈകുത്തിക്കൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. പക്ഷേ ഒന്നും മറക്കാൻ കഴിയുന്നില്ലടി. അതല്ലേ
ഞാൻ എൻ്റേതെന്ന് കരുതി എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതല്ലേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര വേദന. അവരെ ഒരുമിച്ച് കാണുമ്പോഴേ ഹൃദയത്തിൽ സൂചി കോർത്ത് വലിക്കും പോലൊരു നോവാണ്. എല്ലാം മറക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. ഇനിയും അങ്ങോട്ട് പോയാൽ അവരെ ഒരുമിച്ച് കണ്ടാൽ ചിലപ്പോൾ ഇനിയും ഞാൻ ബാക്കി പറയാതെ നിശ്വ നിർത്തി. വിറക്കുന്ന ചുണ്ടുകളെ കടിച്ചു പിടിച്ചവൾ സങ്കടം ഒഴുക്കി. അങ്ങനെയാണെങ്കിലേ നീ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഷിബിക്ക് സ്നേഹത്തോടെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ വരില്ലെന്ന് പറയും? നിങ്ങളെ കണ്ടാൽ ഞാൻ ഇനിയും പ്രണയിച്ചു പോകുമെന്ന് പറയണോ ഞാൻ? പറ. അതോ നിങ്ങളെയും റസിയയും ഒരുമിച്ച് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിനേറ്റ മുറിവിന് മേയെ ഉപ്പ് നീരൊഴിക്കും പോലെ നീറുകയാണെന്ന് പറയണോ ഞാൻ? പറ. ഞാൻ എന്താ പറയേണ്ടത്? നീ പറയലമ്മേ. നിശ്വ ചെറുതായെന്ന് കിരിച്ചു. അങ്ങനെയല്ല, ഇത്തവണ വെക്കേഷന് എൻ്റെ നാട്ടിലേക്ക് പോകുന്നു. ഓണവും ബക്രീദും എല്ലാം എൻ്റെ നാട്ടിൽ വെച്ച് ആഘോഷിക്കുന്നു. നിൻ്റെ ആയുഷ്യമ്മ വിളിക്കുമ്പോൾ നീ കാര്യം പറ. എൻ്റെ ഇക്കാക്ക എന്നെ കൂട്ടാൻ വരുമ്പോൾ നീയും എൻ്റെ കൂടെ വരുവാണെന്ന്. വേണമെങ്കിൽ ഞാനും പറയാം. എന്താ, ഞാൻ അവർക്ക് വിളിച്ചു പറയണോ? അവർ സമ്മതിച്ചാൽ നമുക്ക് അടിച്ചു പൊളിക്കാടി. ലെമ്മിയുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പൂനിലാവ് ഉദിച്ചു. ആ പറഞ്ഞത് നിശ്വക്കും ഇഷ്ടപ്പെട്ടു. ലെമ്മിയുടെ ഉമ്മയും ഉപ്പയും ആകെയുള്ളൊരു ഇക്കാക്കയും അവളുടെ നാടിനെക്കുറിച്ചുമൊക്കെ അവൾ ഇപ്പോഴും വാത്തോരാതെ വർണ്ണിക്കാറുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണാൻ കിട്ടുന്ന അവസരമാണ്. നിശ്വയുടെ മുഖത്ത് ചെറുതായി പ്രകാശം വെച്ചു. എന്തേ, എൻ്റെ കൂടെ വരാൻ ഇഷ്ടമല്ലേ നിനക്ക്? വരാം, പക്ഷേ നിൻ്റെ വീട്ടുകാർ. നിശ്വയുടെ മുഖം കുനിഞ്ഞു, ശബ്ദം പതിഞ്ഞു. ഓ പിന്നെ, എൻ്റെ വീട്ടുകാർ എന്ത് പറയാനാടി? ഉമ്മച്ചിയോട് ഞാൻ നിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഉമ്മ പറഞ്ഞതാ ഇനി വരുമ്പോൾ നിന്നെ കൊണ്ടുവരാൻ. ഈ പളുങ്ക് പോലെയുള്ള പെണ്ണിനെ അവർക്കൊക്കെ ഇഷ്ടമാകും. ലെമ്യ അവളുടെ വീർത്ത കവിളിൽ ഒന്ന് പിച്ചി. പ്രത്യേകിച്ച് എൻ്റെ ഇക്കാക്ക കിട്ടോ. ലെമ്യ കള്ളച്ചിരി ഒതുക്കി പതിയെയാണ് പറഞ്ഞത്. എന്താ? അവൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് നിശ്വ തിരക്കി. ഒന്നുമില്ല, നീ ഇപ്പോൾ ചെല്ലേ, പോയി ആ മുഖം കഴുകി വാ. അല്ലെങ്കിലേ നീ കരഞ്ഞതിൻ്റെ കാരണം അവളുമാരെയൊക്കെ ചോദിക്കും. ലെമ്യ നിശ്വയെ പറഞ്ഞു വിട്ടു. എൻ്റെ ഷെമിക്കാക്ക് നിന്നെ ഇഷ്ടായാൽ നിന്നെ ഞാൻ എൻ്റെ നാഥൂനായി വാഴിക്കും മോളെ. നിന്നെ ഞാൻ വിട്ടുകളയില്ല, ലെമ്യ കുസൃതിയോടെ ഓർത്തു. നാളെ കഴിഞ്ഞാൽ നിസാമിൻ്റെ വിവാഹമാണ്. അംസ ആകെ ടെൻഷനിലാണ്. എന്തൊക്കെയോ ഒരു അപകട സൂചന അയാൾക്കുള്ളിൽ ഫീൽ ചെയ്യുന്നു. ഈ വിവാഹം മുടങ്ങിപ്പോകുമെന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയും പോലെ. നിസാമിൻ്റെ ആദ്യ ഭാര്യയായ റസിയ അടുത്ത വീട്ടിലുണ്ട്. നിയമപരമായി ഇപ്പോഴും റസിയ അവൻ്റെ ഭാര്യ തന്നെയാണല്ലോ. ആ കാമുകി പെണ്ണ് അന്ന് വെല്ലുവിളിച്ച് ഫോൺ വെച്ചതാണ്. ഏത് വഴിക്കാണ് പണി വരുന്നതെന്ന് പറയാനൊക്കില്ല. കള്ളങ്ങൾ പറഞ്ഞ് നടത്തുന്ന വിവാഹമാണ്. നാട്ടുകാരോടും കുടുംബക്കാരോടും ഒന്നും അറിയിച്ചിട്ടില്ല. അവരൊക്കെ അറിഞ്ഞാലേ വല്ലതും പറഞ്ഞ് മുടക്കിക്കളയും. വല്ലാത്തൊരു ഉൾഭയം അനുഭവപ്പെട്ടു ഹംസയ്ക്ക്. ഈ വിവാഹം നടന്നു കിട്ടിയാലേ കയ്യിൽ വരാൻ പോകുന്നത് ലക്ഷങ്ങളാണ്. വീടുപണി വേഗം തീർക്കണം. ഇന്നലെ പെണ്ണിൻ്റെ ബാപ്പ വിളിച്ച് കുറച്ച് പണം സ്ത്രീധനമായി തന്നെ ഏൽപ്പിച്ചിരുന്നു. ആ വീട് പണിയൊന്ന് വേഗം തീർക്കണം. എന്നിട്ട് വാടക വീട്ടിൽ നിന്ന് അങ്ങോട്ട് താമസം മാറണം. അല്ലാതെ ശരിയാവില്ല. ഹംസ ഓർത്തു. ഒരു മുടക്കവും വരാതെ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ഹംസ ഇരിപ്പുറക്കാതെ മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എങ്ങോട്ടോ പോകാനായി ഒരുങ്ങിയിറങ്ങി വരുന്ന നിസാമിനെ കണ്ട് അയാളൊന്ന് നിന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പോകാനല്ലാതെ അവൻ അധികം പുറത്തിറങ്ങാറില്ല. നീ ഇതെങ്ങോട്ടാ നിസാമേ കെട്ടി എഴുന്നള്ളുന്നത്? ഹംസ ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനാ ബാപ്പ. നിസാം പതർച്ച മറച്ചു വെച്ച് പറഞ്ഞു. ഷെറിനെ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ബാപ്പ വിടില്ലെന്ന് മാത്രമല്ല കാത് പൊട്ടുന്ന ചീത്തയും വിളിക്കും. ഹംസ അവനെയൊന്ന് ചുഴിഞ്ഞു നോക്കി. പിന്നെ എവിടെ പോകുന്നതാണെങ്കിലും കൊള്ളാം, പെട്ടെന്ന് വീട്ടിലെത്തിക്കൊള്ളണം. നാളെ കഴിഞ്ഞാൽ നിൻ്റെ വിവാഹമാണെന്ന് അറിയാലോ. അതൊന്ന് കഴിഞ്ഞു കിട്ടും വരെ മനുഷ്യന് ഇരിക്കപ്പുറതിയില്ല. ഹംസ പിറുപിറുത്തു. ഒന്നും സംഭവിക്കില്ല ബാപ്പ. വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. ബാപ്പ വെറുതെ ഓരോന്നോർത്ത് BP കൂട്ടണ്ട. അത്രയും പറഞ്ഞവൻ കാറിലേക്ക് കയറി. ഒരു ഇരമ്പലോടെ നിസാമിൻ്റെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി നിന്നു ഹംസ. എന്തിനെന്നറിയാതൊരു ഭയം അയാളുടെ നെഞ്ചിനെ വരിഞ്ഞു മുറുക്കിയതും നെഞ്ചൊന്ന് തിരുമ്മിക്കൊണ്ട് തളർച്ചയോടെ അയാൾ അകത്തേക്ക് കയറി. നിസാം വാട്സപ്പ് തുറന്ന് ഷിറിൻ അയച്ച വോയിസ് ഒന്നുകൂടെ കേട്ടു നോക്കി. അവളെ കേൾക്കുമ്പോൾ അവൻ്റെ അതരങ്ങളിലേക്ക് കൗശലം നിറഞ്ഞൊരു ചിരി തുളുമ്പിയെത്തി. 10 മണിയാവുമ്പോഴേക്കും ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാമെന്നാണ് അവൾ പറഞ്ഞത്. അവൾ ഇതുവരെ വന്നില്ലേ? നിസാമിൻ്റെ കണ്ണുകൾ ബസ് സ്റ്റോപ്പിലേക്ക് നീണ്ടു. അവിടെയൊന്നും അവളെ കാണാതെ നിസാമിൻ്റെ മുഖം ചുളിഞ്ഞു. അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ റോഡരികിൽ അവൻ കാർ നിർത്തി. ഛേ,
ആ പൊന്ന മോള് എന്നെ പറ്റിക്കായിരുന്നു. അവളെ കാണാഞ്ഞിട്ട് കൈ മുഷ്ടിച്ചിട്ട് പല്ലെറുമ്പിക്കൊണ്ട് ദേഷ്യത്തോടെ പിറുപിറുത്തു നിസാം. ഓ, അവളെ ഉണ്ടല്ലോ, ഈ നിമിഷം എൻ്റെ കയ്യിൽ കിട്ടിയാൽ തീർത്ത് കളയും ഞാൻ ആ പുന്നാര മോളെ. ഈ നിസാം ആരെന്ന് അറിയിച്ചു കൊടുക്കും ഞാൻ. നിസാമിൻ്റെ കലിപ്പ് തീരുന്നില്ല. ഷെറിനെ വിളിച്ച് 4 പുഴുത്ത തെറി പറയാൻ വേണ്ടി ഫോൺ എടുത്ത് അവളുടെ നമ്പർ തിരയുന്നതിനിടയിൽ കണ്ണൊന്ന് തെന്നിയതും കണ്ടു. ധൃതി പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് വരുന്നവളെ. ഒറ്റ നിമിഷം കൊണ്ട് അവൻ്റെ ദേഷ്യമൊക്കെ മാഞ്ഞുപോയി. ചുറ്റിലും കണ്ണോടിച്ച് വരുന്നവൾ നിസാമിൻ്റെ കാർ കണ്ടതും അതിനടുത്തേക്ക് വന്നു. ഷോ, വെറുതെ ഈ പെണ്ണിനെ തെറ്റിദ്ധരിച്ചു. നാക്കിൻ തുമ്പിലേക്ക് വന്ന തെറിയൊക്കെ നിമിഷകേരം കൊണ്ടവൻ വിഴുങ്ങി. ബ്ലാക്ക് കളറിലുള്ള സിമ്പിൾ സാരിയാണ് അവളുടെ വേഷം. അവളുടെ ബോഡി ഷേപ്പ് എടുത്തു കാണിക്കുന്ന വിധം ശരീരത്തോടെ ഇറുകിക്കിടക്കുന്ന ബ്ലൗസ്. പെണ്ണൊന്ന് മിനുങ്ങിയിട്ടുണ്ട്. നിസാമിൻ്റെ ചുണ്ടുകളിലേക്ക് വീണ്ടും ഒരു വഷളം ചിരി തുളുമ്പിയെത്തി. പ്രണയത്തിലായിരുന്ന സമയത്ത് ഷെറിനോട് പറഞ്ഞിട്ടുണ്ട് നിസാം, സാരി ഉടുത്ത് നിന്നെയൊന്ന് കാണാൻ കൊതിയുണ്ടെന്ന്. അതാവും ഇന്നവൾ സാരി ഉടുത്തത്. എന്തൊക്കെ പറഞ്ഞാലും ഈ സ്ത്രീകൾ സാരി ഉടുത്ത് കാണാൻ ഒരു പ്രത്യേക ചേല് തന്നെയാണ്. ഹോ, സെക്സി ഗേൾ. ഷെറിനെ നോട്ടം കൊണ്ടുകഴിഞ്ഞ് നിസാം മന്ത്രം പോലെ പറഞ്ഞു. ഇനിയിപ്പോൾ സാരി ഉടുത്ത് തന്നെ പ്രൊവോക്ക് ചെയ്ത് വീഴ്ത്താനുള്ള വല്ല പരിപാടിയും കൊണ്ട് ഇറങ്ങിയതാണോ അവൾ? നിസാമിൻ്റെ ചിന്തകൾ പല വഴി പാഞ്ഞു. അങ്ങനെയൊന്നും വീഴുന്നവനല്ലല്ലോ ഈ നിസാം. പെണ്ണിൻ്റെ സൗന്ദര്യത്തേക്കാൾ നിസാം വില കൊടുക്കുന്നത് അവളുടെ ചുറ്റുപാടും തന്നെയാണ്. കാൽ കാശിന് ഗതിയില്ലാത്ത ഷെറിനെ ഞാൻ ഭാര്യയാക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? ജീവിക്കാൻ പണം വേണം. അക്ബർ ഹാജിയുടെ കയ്യിലാണെങ്കിൽ പണം ആവശ്യത്തിലേറെയുണ്ട്. അയാളുടെ ഒരേ മകളെ വധുവായി സ്വീകരിക്കുന്നതോടെ തനിക്ക് വന്നു ചേരാൻ പോകുന്ന രാജയോഗമോർത്ത് നിസാം ആ നിമിഷം പുളകം കൊണ്ടു. കാത്തിരുന്ന് മുഷിഞ്ഞ നിസാം, ഞാനേ ഒത്തിരി വൈകിയോ? തൂവാല കൊണ്ട് മുഖമൊന്ന് തുടച്ചുകൊണ്ട് ഷെറിൻ ചോദിച്ചു. ഏയ് ഇല്ല, താൻ കയറ്. നിസാം അലസമായൊരു ഭാവത്തിൽ പറഞ്ഞു. സോറിഡാ, എഴുന്നേൽക്കാൻ വൈകിപ്പോയി. ക്ഷമാപണം പോലെ പറഞ്ഞവൻ ഡോറ് തുറന്ന് കാറിനകത്തേക്ക് കയറിയിരുന്നു. അതിന് മറുപടിയായി അവനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അവളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ഏതോ ലേഡീസ് പെർഫ്യൂമിൻ്റെ ഗന്ധം നിസാമിൻ്റെ മൂക്കിൻ തുമ്പിലേക്കെത്തി. തന്നെ മതിപ്പിക്കുന്ന ഗന്ധം നിസാം ആസ്വദിച്ചുകൊണ്ട് ആ ശ്വാസം ഉള്ളിലേക്കെടുത്തു. വല്ലാത്തൊരു അനുഭൂതി അവൻ്റെ ഉള്ളിൽ കോരിയിട്ടു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നിസാം? തല ചിരിച്ചുകൊണ്ട് നിസാമിനെ നോക്കി ചോദിച്ചു ഷെറിൻ. നീ എൻ്റെ പുതിയ വീട് കണ്ടിട്ടില്ലല്ലോ ഷെറിനെ, നമുക്കേ അങ്ങോട്ട് പോകാം. നിസാം എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതുപോലെ പറഞ്ഞതും ഷെറിൻ്റെ വിരലുകൾ ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തു. റിൻഷയ്ക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം അവൾ ഫോൺ ബാഗിലേക്ക് തന്നെ വെച്ചു. നിസാമിനൊരു സംശയത്തിനും ഇടം കൊടുക്കാതെ അവൾ അവനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെയും അവളുടെ തുടുതുലർന്ന ചുണ്ടുകൾ ചുംബിക്കുവാനുള്ള കൊതു അടക്കി പിടിച്ച് ഇരിക്കുകയായിരുന്നു നിസാം. ഇതാണെൻ്റെ പുതിയ വീട്. വിവാഹം കഴിഞ്ഞാലേ വൈകാതെ ഇങ്ങോട്ടേക്ക് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉപ്പ. പണി തീരാത്തൊരു 2 നില വീടിൻ്റെ മുൻപിൽ കാർ ഒതുക്കി നിർത്തി ആവേശത്തോടെ പറഞ്ഞു നിസാം. നിന്റെ പൂരിയൊക്കെ കൊള്ളാം. വിവാഹം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് മാറിയത് തന്നെ. അവൻ കേൾക്കാതെ പുച്ഛത്തിലൊന്ന് ചിരി കൊട്ടി പറഞ്ഞു ഷെറിൻ. നീ വല്ലതും പറഞ്ഞു ഷെറിനെ? അവളുടെ ചുണ്ടനങ്ങുന്നത് പോലെ തോന്നിയതും നിസാം അവളെയൊന്ന് സൂക്ഷിച്ചു നോക്കി. ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അടിപൊളി വീടാണെന്ന് പറയായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവൾ വേഗം വായിൽ തോന്നിയൊരു കള്ളം പറഞ്ഞു. പ്ലാൻ എൻ്റെയാണല്ലോ, മോശമാവാൻ വഴിയില്ല. നിസാം സ്വയം എന്ന് പൊങ്ങിക്കൊണ്ട് പറയുന്നത് കേട്ടവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. പിന്നെ റിൻഷയുടെ ഫോണിലേക്ക് ലൊക്കേഷൻ അയച്ചിട്ടു. വെറുതെ ചുറ്റിലും ഒന്ന് മിഴി ഓടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഷെറിൻ. അധികം വീടുകളൊന്നും ഇല്ലാത്ത പ്രദേശമാണ്. കുറച്ച് അപ്പുറത്തായി 2 വീടുകളുണ്ട്. അതിലൊരു വീടിൻ്റെ പണി നടക്കുന്നതേയുള്ളൂ. അവിടെ കുറേ പണിക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഷെറിൻ എല്ലാം ഒന്ന് നോക്കി കണ്ടുവെച്ച് വന്നപ്പോഴേക്കും നിസാം കീ ഉപയോഗിച്ച് വീടിൻ്റെ വാതിൽ തുറന്നു. വാ, അകത്തേക്ക് വാ. മുറ്റത്ത് നിൽക്കുന്ന ഷെറിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിളിച്ചു നിസാം. ഷെറിൻ ചുണ്ടിലൊരു പുഞ്ചിരിയും വാരിത്തേച്ച് അകത്തേക്ക് കയറി. തൊട്ടടുത്ത നിമിഷം തന്നെ നിസാം ഡോർ അടച്ച് കുറ്റിയിട്ടു. ഷെറിൻ ഒന്ന് തിരിഞ്ഞു നോക്കിയതും നിസാം കണ്ണുറുക്കി കാണിച്ചു. വശ്യമായൊരു ചിരി അവന് നൽകിക്കൊണ്ട് ഷെറിൻ വീട് കാണാൻ എന്ന പോലെ അകത്തേക്ക് ചൂടുവെച്ചു. അപ്പോഴേക്കും നിസാമിൻ്റെ ഫോൺ ശബ്ദിച്ചു. അവൻ ഫോൺ ചെവിയോരം വെച്ച് ആരോടോ സംസാരിക്കുന്നത് ചെവിയോർത്തുകൊണ്ട് ഷെറിൻ ഒരു മുറിയിലേക്ക് കയറി ജനാലയുടെ കൊളുത്ത് നീക്കി.
ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് മിഴി നട്ടുന്ന പോലെ നിൽക്കുമ്പോൾ ഷെറിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങിയിരുന്നു. ഏത് നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. ഫോൺ വെച്ചതിന് ശേഷം നിസാം ഷെറിൻ്റെ അടുത്തേക്ക് വന്നു. ജനലഴികളിൽ പിടിച്ച് പുറം കാഴ്ച കണ്ടു നിൽക്കുന്നവളുടെ പിന്നഴകെ കൊത്തി വലിച്ച് അവൻ്റെ കഴുകൻ കണ്ണുകൾ. വല്ലാത്തൊരു ഉന്മാദം സിരകളിലൂടെ പടർന്നതും നിസാം പിറകിലൂടെ ചെന്ന് ഷെറിനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിവെച്ചു. തീക്കാറ്റേറ്റ് പൊള്ളിയതുപോലെ ഷെറിൻ്റെ ദേഹം വന്ന് വെട്ടിവിറച്ചു. അവളുടെ വിരലുകൾ ജനലഴികളിൽ മുറുകി. അതിനെ ഇങ്ങ് കലക്കിക്കളയാൻ പറ തൻ്റെ കൂട്ടുകാരിയോട്. ആ കുഞ്ഞ് എൻ്റേതാണെന്ന് എന്താണ് ഉറപ്പ്? അവൾക്ക് കുറച്ചും ഇളക്കം കൂടുതലായതുകൊണ്ടേ ആരുടെയൊക്കെ കൂടെ കിടന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു വേശ്യയുടെ വിലയെ ഞാൻ അവൾക്ക് നൽകിയിട്ടുള്ളൂ. നിസാം പറഞ്ഞ വാക്കുകൾ ഓരോന്നും കാട്ടുതീ പോലെ കാതിനു ചുറ്റും വട്ടം കറങ്ങി. തന്നെ ചതിച്ചവൻ, മധുരം പുരട്ടിയ വാഗ്ദാനങ്ങൾ നൽകി തൻ്റെ ഉള്ളിൽ പ്രേമത്തിൻ്റെ വിത്ത് പാകി തൻ്റെ വഞ്ചനയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ട് കടന്നു കളഞ്ഞവൻ, അവൻ കാരണം അനുഭവിക്കേണ്ടി വന്ന അവഗണനയുടെ, കുറ്റപ്പെടുത്തലിൻ്റെ, കുത്തുവാക്കുകളുടെയെല്ലാം കൂർത്ത മുള്ളുകൾ ആഴ്ന്നിറങ്ങി അവളുടെ ഹൃദയത്തെ വിങ്ങി നെരിച്ചു. പക, നിസാമിനെ ചുട്ടരിക്കാനുള്ള പക ഷെറിൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങി. ഷെറിൻ, ഇടി പെണ്ണേ, എനിക്ക് നിന്നെ ഇങ്ങ് കടിച്ചു തിന്നാൻ തോന്നുന്നു. നീ വല്ലാതെ ഇങ്ങ് തുടിത്തു. അവളുടെ പിൻകഴുത്തിൽ ഒന്ന് പതിയെ കടിച്ചു കൊണ്ടവൻ പറഞ്ഞു. അവൻ്റെ ശ്വാസക്കാറ്റ് ഒരു തീനാളമായി എരിഞ്ഞ് തൻ്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറും പോലെ തോന്നിയതും ഷെറിൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. എന്താടോ, തനിക്കെന്നിൽ അലിയാൻ തിടുക്കമായോ? പരിഹാസം കലർന്നൊരു സ്വരത്തിൽ ചോദിച്ചു ഷെറിൻ. അവളുടെ കണ്ണുകളിൽ അപകടം തിളങ്ങുന്നത് പോലെ നിസാമിന് തോന്നി. ആ സ്വരത്തിൽ സ്നേഹമല്ലാതെ മറ്റെന്തോ മുഴച്ചു നിൽക്കും പോലെ. എടോ എന്നല്ലേ ഷെറിൻ തന്നെ വിളിച്ചത്? ഇതിനു മുമ്പ് അവളെ അങ്ങനെയൊന്നും എന്നെ വിളിച്ചിട്ടില്ലല്ലോ. നിസാം അവളെ ഉറ്റുനോക്കി. എന്തേ താൻ നിർത്തി കളഞ്ഞത്? തനിക്കെന്നെ ഉമ്മ വെക്കണ്ടേ? തനിക്കെൻ്റെ തുളുത്ത മേനിയെ രുചിച്ചു നോക്കണ്ടേ? ഒടുവിൽ ഒരു മഴയായി എന്നിലേക്ക് ആഴ്ന്നിറങ്ങണ്ടേ? വേണ്ടേ? അതൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഭ്രാന്തിയുടെ ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. അവളുടെ കണ്ണിൽ അഗ്നി തിളങ്ങുന്നത് പോലെ. നിസാം ഒന്ന് അമ്പരന്നു. ഷെറിൻ, നീ എന്താടി ഇങ്ങനെയൊക്കെ? നമുക്ക് സ്നേഹിക്കണ്ടേ? ഇന്നത്തെ ദിവസം നമുക്ക് ഒത്തുചേരാൻ കഴിയുന്ന ലാസ്റ്റ് ഡേ അല്ലേ? വെറുതെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ഈ നിമിഷങ്ങളുടെ ലഹരി കളയാതെ ഷെറിൻ. ഇന്നൊരു ദിവസം മുഴുവനും നമുക്ക് പ്രണയശലഭങ്ങളായി പാറിപ്പറക്കേണ്ടേ മോളെ? അവൻ തീർത്തു പറഞ്ഞില്ല. അപ്പോഴേക്കും നിയന്ത്രണം വിട്ട് അവൻ്റെ കവഴടക്കി ഒന്ന് പൊട്ടിച്ചിരുന്നു ഷെറിൻ. നിസാം ഇടിവെട്ടേറ്റതുപോലെ തരിച്ചു നിന്നു പോയ നിമിഷം. ഡി ആദ്യത്തെ നടുക്കത്തിൽ നിന്ന് പുറത്തു വന്നതോ നിസാം ഷെറിന് നേരെ ചീറി. അവൻ്റെ ശബ്ദം 4 ചുവരുകൾക്കുള്ളിൽ തട്ടിത്തെറിച്ചു. ഒരു കുലുക്കവുമില്ലാതെ അവൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഷെറിനെ കണ്ടതും ദേഷ്യം കൊണ്ടവൻ്റെ നാഡീനരമ്പുകൾ പിഴഞ്ഞുയർന്നു. തൻ്റെ മുൻപിൽ നിൽക്കുന്നത് മനുഷ്യരൂപത്തിലുള്ള ചെകുത്താനെന്ന് തോന്നി അവൾക്ക്. പട്ടിയെപ്പോലെ കുരക്കണ്ട നിസാം, നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. ഷെറിൻ്റെ വാക്കുകളിൽ പുച്ഛം മാത്രം നിറഞ്ഞു നിന്നു. അവനെ തീർത്തും നിസ്സാരനാക്കി കളഞ്ഞവൾ. നീ എന്ത് കരുതി? നിനക്കേ പാവിരിക്കാനായി മുട്ടി നിൽക്കുകയാണെന്നോ ഈ ഷെറിനെ? നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി നിന്നിൽ നിന്നും അടന്നു മാറാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെടുകയാണെന്നോ? പരിഹാസത്തോടെ ചോദിക്കുന്ന ഷെറിൻ്റെ കണ്ണുകളിൽ ക്രൂരഭാവം തിളങ്ങുന്നത് നിസാം കണ്ടു. നിസാമേ, അങ്ങനെ ഒരു ഷെറിന് ഉണ്ടായിരുന്നു മുൻപ്. നീയാണ് ലോകമെന്ന് കരുതി ജീവിച്ചിരുന്നു ഷെറിൻ. അതൊരിക്കലും നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയോ നിന്റെ സമ്പത്ത് കണ്ട് ആശിച്ചോ ആയിരുന്നില്ല. ഹൃദയം തൊട്ടറിഞ്ഞ് നിന്നെ ഞാൻ സ്നേഹിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ആ ഷെറിൻ ജീവിച്ചിരിപ്പില്ല കേട്ടോ. വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് കുത്തിക്കീറി അവളുടെ ആത്മാവിനെ കൊന്നുകളഞ്ഞു നീ. നിന്നെ മാത്രം സ്നേഹിച്ചിരുന്ന, നിന്നെ മാത്രം വിശ്വസിച്ചിരുന്ന ആത്മാവിനെ. ഷെറിൻ്റെ വാക്കുകളിൽ നിന്ന് അഗ്നി ചിതറിത്തെറിച്ചു. ഇപ്പോഴും ഒരു പുഴുത്ത പട്ടിയോടെന്ന പോലെ അറുപ്പാണ് നിന്റെ നോട്ടത്തിൽ പോലും 1000 പുഴുക്കൾ ഒരുമിച്ച് ഈഴും പോലെ തോന്നുന്നുണ്ട് എൻ്റെ ശരീരത്തിലേക്ക്. അന്ധമായ ആർത്തിയോടെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. ആ എന്നെയാണ് നീ വഞ്ചിച്ചത്. നിന്റെ ആദ്യ ഭാര്യ ഒരു മോശ സ്ത്രീയാണെന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ച് ആ പാവം പെണ്ണിനെ തകർക്കാൻ വരെ മറ്റൊരു പെണ്ണായിട്ടും ഞാൻ നിന്റെ കൂടെ നിന്നു. ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ നോവിക്കാൻ ഇഷ്ടമല്ലായിരുന്നു അന്ന് എനിക്ക്. ആ ഷെറിൻ ഇന്ന് നിന്റെ മുഖത്തെ കൈനീട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത്രമേൽ വെറുക്കുന്നുണ്ടടാ നിന്നെ ഞാൻ. ഷെറിൻ്റെ ചങ്കുകലയെ പുറത്തേക്കൊഴുകുന്ന വാക്കുകളിൽ അവൾ അമർത്തിവെച്ച സങ്കടത്തിൻ്റെ വിങ്ങലുണ്ടായിരുന്നു.
അവളുടെ വായിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഓരോ വാക്കും നിസാമിൻ്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു. അവൻ ദേഷ്യം കൊണ്ട് അടിപൊളി മറിച്ചു. ഡീ പഞ്ഞ നായിൻ്റെ മോളെ, നീ വല്ലാതെ അങ്ങ് ഷോക്കാണിക്കല്ലേ. നീ വെറുമൊരു പെണ്ണാണെന്ന് ഓർമ്മ വേണം. നീയൊക്കെ ചാടിയാൽ എത്രത്തോളം ചാടുമെന്ന് ഈ നിസാമിനറിയാം. ഞാനിന്ന് അറിഞ്ഞു തൊട്ടപ്പോഴേക്കും നിന്റെ അടിവയറിൽ കൊരുത്തത് കണ്ടില്ലേ? അതോടെ തീർന്നില്ലേ നിന്റെ തിളപ്പ്? അത്രയൊക്കെ ഉള്ളൂ നീയൊക്കെ മോളെ. ഇന്ന് നീ എന്നെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എല്ലാ അർത്ഥത്തിലും അറിഞ്ഞിട്ട് നിസാം എവിടുന്ന് പോകും. വാശിയോടെ പറഞ്ഞുകൊണ്ടവൻ അവളുടെ സാരിയിൽ പിടിച്ചു വലിച്ചു. തോളിലെ പിന്നെ അടർന്നതും സാരി നീങ്ങി അവളുടെ മാറിടം അവനെ ദൃശ്യമായി. പൊടുന്നുടനെ സർവ ശക്തിയുമെടുത്ത് ഒരു ഭ്രാന്തിയെപ്പോലെ ഷെറിൻ അവനെ പിടിച്ച് ഒറ്റത്തള്ള്. പ്രതീക്ഷിക്കാതെ കിട്ടിയ തള്ളിൽ നിസാം പുറകിലേക്ക് വെച്ചുപോയി. ഉലഞ്ഞുപോയ സാരി തുമ്പ് തോളിലേക്ക് വലിച്ചിട്ടവൻ അവനെ തുറച്ചു നോക്കി. ദഹിപ്പിക്കും പോലൊരു നോട്ടം. പുന്നാരി നിസാമേ, നീ സ്ത്രീകളെ അങ്ങനെ അങ്ങ് ചെറുതാക്കി കളയല്ല മോനെ. നീ എന്തു കരുതി ഒരു പെണ്ണിൻ്റെ ജീവിതം നിന്നെപ്പോലുള്ള ചെകുത്താന്മാർക്ക് തച്ചുടച്ച് കളിക്കാനുള്ളതാണെന്നോ? ആണോ? ഒരു ചീറ്റപ്പുലിയുടെ ശൗര്യത്തോടെ അലറുകയായിരുന്നു ഷെറിൻ. പെണ്ണിൻ്റെ ഭാവിയും ജീവിതവും ബാക്കിയുള്ളതും എല്ലാം അടിവേറിന് താഴെയുള്ള 6 ഇഞ്ച് സ്ഥലമാണെന്ന് കരുതിയ നീ മോനെ? നീ എന്താണ് പറഞ്ഞത്? എനിക്ക് ഇളക്കം കൂടുതലാണെന്നല്ലേ? പ്രണയിച്ചിരുന്ന സമയത്ത് പോലും നീ എനിക്കൊരു വേശ്യയുടെ വിലയെ തന്നിട്ടുള്ളൂല്ലേ? അത് പറയുമ്പോൾ ഷെറിൻ്റെ തൊണ്ട ഇടറി. നിന്നോടുള്ള വിശ്വാസം കൊണ്ടാ, നിന്നോടുള്ള അന്ധമായ പ്രണയം കൊണ്ടാ ഞാൻ എൻ്റെ ശരീരത്തെ നിനക്ക് തന്നത്. എടോ നിസാമേ, എന്നെ തൊട്ട് അശുദ്ധമാക്കിയിട്ട് നീ നാളെ പുതുമളവാളൻ ചമയാൻ പോകുന്നത് എനിക്കൊന്ന് കാണണം. അതിനു വേണ്ടി തന്നെയാണ് ഷെറിൻ ഈ ഡ്രാമ കളിച്ച് നിന്നെ ഇവിടെ എത്തിച്ചത് മോനെ. നിന്റെ വിവാഹം ഇതോടെ മുടങ്ങിക്കൊള്ളും. ഷെറിൻ്റെ ചുണ്ടിൽ വിജയച്ചിരി മുഴിഞ്ഞ്. തൊട്ടടുത്ത നിമിഷം നിസാം അവളുടെ കവളിന് നേരെ കൈവീശിയതും മുഖത്ത് അടി വീഴും മുമ്പ് ഷെറിൻ അവൻ്റെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടു. പിന്നെ നിന്റെ കൈബലം കാണിച്ച് എന്നെ അങ്ങ് ഒരിക്കൽ കളയാമെന്ന് കരുതല്ലേ. ഇത് റസിയല്ല കേട്ടോ, ഷെറിനാണ്. നിന്റെ കൈക്കരുത്ത് കണ്ട് ആ പാവം റസിയ ഭയന്നേക്കും. എന്നാലേ ഷെറിൻ അങ്ങനെയല്ല. ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും നീയും എൻ്റെ കൂടെ, ഷെറിൻ പകയോടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പിതാവ് നീയാണെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം എൻ്റെ കുഞ്ഞ് അവൻ്റെ ബാപ്പയുടെ അഡ്രസ്സിൽ തന്നെ വളരും. അവൻ നിന്നെ തന്നെ ബാപ്പ എന്ന് വിളിക്കും. അത് പറയുമ്പോൾ വല്ലാത്തൊരു വാശി അവളുടെ സ്വരത്തിൽ നിറഞ്ഞു നിന്നു. ആ പറഞ്ഞത് ദഹിക്കാതെ നിസാം പാഞ്ഞുവെന്ന് ഷെറിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോടെ ചേർത്ത് നിർത്തി. അവൻ്റെ ബലിഷ്ഠമായ കരം കഴുത്തിൽ അമർന്നതും ഷെറിൻ ശ്വാസം കിട്ടാതെ പിടച്ചു. നീ എന്ത് കരുതിയോടെ തേവിടിച്ച്? ഒരു ചീഞ്ഞു നാടകം കളിച്ച് കുറേ വായിട്ടലച്ച് എന്നെ അങ്ങ് പൂട്ടാമെന്നോ? നീ നിൻ്റെ കുഞ്ഞിനെ എൻ്റെ അഡ്രസ്സിൽ വളർത്തുമല്ലേ? അതിനെക്കൊണ്ട് നീ എന്നെ ബാപ്പ എന്ന് വിളിപ്പിക്കുമല്ലേ? പൂതിയൊക്കെ കിള്ളാം, പക്ഷേ അതിനി നടക്കുമെന്ന് തോന്നുന്നില്ലടി. നിസാം ക്രൂരമായി ചിരിച്ചു. നീ ഈ ഭൂമിക്ക് മുകളിലുണ്ടെങ്കിലല്ലേ നീ പ്രസവിക്കൂ. നിന്നെയും നിൻ്റെ ഉള്ളിൽ വളരുന്ന അസുരവിത്തിനെയും ഈ നിമിഷം ഞാൻ നരകത്തിലേക്ക് അയക്കാൻ പോകുക. മൂർച്ചയോടെ പറഞ്ഞുകൊണ്ടവൻ ഷെറിൻ്റെ കഴുത്തിൽ വിരലുകൾ അമർത്തി. ഷെറിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നു. ശ്വാസത്തിന് വേണ്ടി പിടക്കുന്നവളെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ.